ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക്. നമ്മളുടെ ബിസിനസ് റെഗുലേഷൻസിൻ്റെ 12ാമത്തെ സെഷനാണ്. നമ്മൾ കഴിഞ്ഞ സെഷനിൽ ഈ പറയുന്ന കപ്പാസിറ്റി ടു ദ കോൺട്രാക്റ്റിൽ മേജറായിട്ടുള്ള വ്യക്തിക്ക് എങ്ങനെയാണ് എൻ്റർ ചെയ്യാൻ പറ്റുന്നത്, അതിൽ മൈനറുടെ എക്സെപ്ഷൻസ്, സൗണ്ട് മൈൻഡഡ് പേഴ്സൺ എങ്ങനെ എൻ്റർ ചെയ്യാം, അതിൽ അൺസൗണ്ട് മൈൻഡഡ് പേഴ്സൺസിൻ്റെ എക്സെപ്ഷൻസ്, അൺസൗണ്ട് മൈൻഡിൽ തന്നെ ഇഡിയറ്റ്സ്, ലുനറ്റിക്സ്, അതുപോലെ തന്നെ ഡ്രങ്കൺ പേഴ്സൺസ് അവരുടെ കാര്യങ്ങൾ, പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ ഫോറിൻ സോവറിൻസ് ആൻഡ് അംബാസിഡേഴ്സ് എങ്ങനെ എൻ്റർ ചെയ്യാം, അലൈൻ എനിമി, അലൈൻ ഫ്രണ്ട് എങ്ങനെയാണ് കോൺട്രാക്റ്റിൽ വരുന്നത്, കമ്പനീസിന് എങ്ങനെയാണ് ഒരു കോൺട്രാക്റ്റ് ഫോം ചെയ്യാൻ പറ്റുന്നത്, കൺവിക്ട്സ് കുറ്റവാളികൾക്ക് എങ്ങനെയാണ്, ബാങ്ക്രപ്റ്റ് ആയിട്ടുള്ള വ്യക്തിക്ക് എങ്ങനെയാണ് കോൺട്രാക്റ്റിൽ ഏർപ്പെടുക, പിന്നെ വിമൻ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് ഇന്ന് നമ്മുടെ കോൺട്രാക്റ്റിൻ്റെ നെക്സ്റ്റ് ഒരു ടോപ്പിക്കാണ് ഫ്രീ കൺസേൺഡ്, സ്വതന്ത്രമായിട്ടുള്ള അനുവാദം, കൺസേൺ അല്ലേ, അതിനെക്കുറിച്ചിട്ടാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് കോൺസെൻസ് ആഡ് ഇഡം. അതിന് മുമ്പ് നമ്മൾ കോൺട്രാക്റ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ പറഞ്ഞിരുന്നു, കോൺസെൻസ് ആഡ് ഇഡം മീൻസ് ഫ്രീ കൺസേൺഡ്. It means two or more persons are said to have consent when they agree upon the same thing in the same sense. ഒരേ കാര്യം ഒരേ രീതിയിൽ തന്നെ ഒരു കോൺട്രാക്റ്റ് ഫോം ചെയ്യുമ്പോൾ സമ്മതിക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഫ്രീ കൺസേൺ. അതാരും നിർബന്ധിച്ചല്ല അത് ഫോം ചെയ്യേണ്ടത്. അതാണ് ഫ്രീ കൺസേണിൻ്റെ ഒരു പ്രത്യേകത. ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന രണ്ട് വ്യക്തികൾ തമ്മിൽ അവർ ഏർപ്പെടാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് ഒരേ രീതിയിൽ ഒരേപോലെ തന്നെ അക്സെപ്റ്റ് ചെയ്യണം. അതിനെയാണ് നമ്മൾ ഫ്രീ കൺസേൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാരും ഫോഴ്സ് ചെയ്യാനും പാടില്ല. ഇത് ഫ്രീ ആണെന്ന് പറയാൻ കാരണം, അത് ഫ്രീ ആവുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 കാര്യങ്ങൾ കൊണ്ട് അത് ഉണ്ടാവുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രമാണ് അതിന് ഫ്രീ കൺസേൺ എന്ന് പറയുക. അപ്പം അതെന്താണ് 5 കാര്യങ്ങൾ? കോഷൻ, അൺഡ്യൂ ഇൻഫ്ലുവൻസ്, ഫ്രോഡ്, മിസ്റെപ്രസെൻറ്റേഷൻ ആൻഡ് മിസ്റ്റേക്ക്. ഈ രീതിയിലൊന്നുമല്ല ഒരു കൺസേൺ ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഫ്രീ കൺസേൺ എന്ന് പറയുന്നത്. ഇപ്പോൾ നോക്കൂ, റാം ആൻഡ് ജോൺ ആർ നെഗോഷിയേറ്റിംഗ് അബൌട്ട് ദ സെയിൽ ഓഫ് എ ലാൻഡ് ബിലോങ്ങിങ് ടു റാം. റാമും ജോണും തമ്മിൽ ഒരു സ്ഥലത്തിൻ്റെ ഇടപാട് നടത്താണ്. റാമിൻ്റെയാണ് സ്ഥലം. ദെൻ ബോത്ത് റാം ആൻഡ് ജോൺ മസ്റ്റ് ഹാവ് ഇൻ മൈൻഡ് ദ സെയിം ലാൻഡ്. രണ്ടുപേരും മനസ്സിൽ ഒരേ ലാൻഡ് തന്നെ ആയിരിക്കണം. ഇഫ് ജോൺ മീൻസ് അനദർ ലാൻഡ് ഓഫ് റാം ദെൻ ദർ ഈസ് നോ കൺസേൺ. അപ്പോൾ രാമിന് ഓൾറെഡി 2 സ്ഥലമുണ്ട്, ഒരു സ്ഥലം വിൽക്കാൻ ഉദ്ദേശിക്കുകയാണ്. അത് ജോണോട് പറഞ്ഞു, ജോണും അത് ഓക്കെ പറഞ്ഞു. അപ്പോൾ രണ്ടുപേരുടെ മനസ്സിലും എന്താണ്, ഏത് സ്ഥലമാണ് വിൽക്കാന്നുള്ളത് അത് കൃത്യമായിട്ട് 2 പേർക്കും ഒരേ ധാരണ ഉണ്ടാവണം. അല്ലാതെ ഇപ്പോൾ രാമിന് തൃശ്ശൂരും എറണാകുളത്ത് 2 സ്ഥലമുണ്ട്. രാം തൃശ്ശൂരിലുള്ള സ്ഥലം വിൽക്കാനാണ് ഉദ്ദേശിച്ചത്. ജോൺ ഉദ്ദേശിക്കുന്നത് രാമിൻ്റെ എറണാകുളത്തെ സ്ഥലമാണെങ്കിൽ അത് കൺസേൺ അല്ല. So it is not a concern. If John means another land of Ram, then there is no concern as they have not agreed in the same sense. ഒരേ സെൻസിലല്ല അത് അഗ്രി ചെയ്യുന്നത്. അപ്പോൾ ഈ കൺസേൺ ഒരിക്കലും ഈ 5 കാര്യങ്ങൾ കൊണ്ട് ഉണ്ടാവരുത്. അതിൽ ആദ്യം പറയുന്നതാണ് കോഷൻ. എന്താണ് കോഷൻ? When a person obtains consent of the other party by force or under fear caused by threats of bodily violence or imprisonment, he is said to use coercion. കോഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തരത്തിലുള്ള ഭീഷണിയാണ് അല്ലേ. ആ ഭീഷണി ഒന്നില്ലെങ്കിൽ ചിലപ്പോൾ അയാളെ ശാരീരികമായിട്ട് ഉപദ്രവിക്കുകയോ അല്ലെങ്കിൽ അയാളെ തടവിലാക്കുകയോ ചെയ്യുന്നുള്ള ഭീഷണിപ്പെടുത്തിയിട്ട് അയാളെ കൊണ്ട് സമ്മതിപ്പിക്കുക. അതിനെയാണ് നമ്മൾ കോഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
കോഷൻ മേ ബി ഡയറക്റ്റഡ് ഈവൻ അഗെയിൻസ്റ്റ് തേർഡ് പാർട്ടി. ഇപ്പം ഈ റാം ആൻഡ് ജോണിൻ്റെ കേസിൽ തന്നെ രാമിന് സ്ഥലം കൊടുക്കണം, ജോൺ അത് മേടിക്കണില്ല. അപ്പം ജോണിൻ്റെ ഒരു കുട്ടീനെ ഭീഷണിപ്പെടുത്തിയിട്ട് രാം പറയാണ് നീ ഇത് മേടിച്ചേ പറ്റുള്ളൂ. അപ്പോൾ ആ കുട്ടി എന്താണ്? തേർഡ് പാർട്ടി. അപ്പോൾ ഒരു കോഷൻ ഭീഷണിപ്പെടുത്തുന്നത് ഒരു തേർഡ് പാർട്ടീനെ വേണമെങ്കിൽ ആവാമെന്നാണ് പറയുന്നത്. ദ കൺസേൺ ടു അഗ്രിമെൻറ്റ് ഇസ് ഒബ്റ്റൈൻഡ് ബൈ കോഷൻ ഇസ് വോയിഡബിൾ. അപ്പം ഇങ്ങനെ ഭീഷണിപ്പെടുത്തിയ ഒരു കോൺട്രാക്റ്റ് ഒരു കൺസേൺ എടുത്താൽ അത് വോയിഡബിൾ ആണ്. അറ്റ് ദ ഓപ്ഷൻ ഓഫ് ദ പാർട്ടി ഹൂസ് കൺസേൺ ഇസ് സോ ഒബ്റ്റെയിൻഡ്. അതായത് ഇപ്പം ജോണിൻ്റെ സമ്മതമാണ് ഇവിടെ വാങ്ങിക്കുന്നത് അല്ലേ. ജോണിൻ്റെ കുട്ടീനെ ഭീഷണിപ്പെടുത്തിയിട്ട് റാം എന്ത് ചെയ്തു? സമ്മതം വാങ്ങിച്ചു. അപ്പം സമ്മതം തരേണ്ടതാരാണ്? ജോണാണ്. അപ്പം ജോണിൻ്റെ ഭാഗത്ത് നോക്കുമ്പം ഈ പറയുന്ന കൺസേൺ ഈസ് വോയിഡബിൾ. അതിനെ എന്താക്കാം? അത് പിന്നീട് വോയിഡ്, അത് എന്നെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് ചെയ്തത്, അതുകൊണ്ട് ഇത് ശരിയല്ല എന്ന് പറഞ്ഞ് അത് വേണ്ട എന്ന് വെക്കാം. അതാ ഇവിടെ പറയുന്നത്. ദ കോഷൻ ഈസ് വോയിഡബിൾ അറ്റ് ദ ഓപ്ഷൻ ഓഫ് ദ പാർട്ടി ഹൂസ് കൺസേൺ ഈസ് സോ ഒബ്റ്റെയിൻഡ്. ആരാണോ കൺസേൺ തരേണ്ടത് അയാളുടെ ഭാഗത്തുനിന്ന് ആ കൺസേൺ എന്താണ്? വോയിഡബിൾ ആണ്. മനസ്സിലായല്ലോ? അപ്പം ഫ്രീ കൺസേൺ എപ്പോഴും ഫ്രീ ആയിട്ട് തന്നെ, ഈ 5 കാര്യങ്ങളല്ലാതെ കൺസേൺ ആവണം. അതിൽ കോഷൻ, ഭീഷണി, ശാരീരികമായിട്ടുള്ള എന്തെങ്കിലും ഉപദ്രവമോ അല്ലെങ്കിൽ തടവിലാക്കുകയോ ചെയ്തിട്ട്. ഇപ്പം ഈ ജോണിൻ്റെ കുട്ടീനെ പിടിച്ചു വെച്ചിട്ട് പറയാണ് നീ ഈ വീട് വാങ്ങിച്ചില്ലെങ്കിൽ ഞാൻ കുട്ടീനെ വിടില്ല, അല്ലെങ്കിൽ അയാളെ ഉപദ്രവിക്കുക എന്നിട്ട് വാങ്ങിക്കുക. അപ്പോൾ ആ ഒരു രീതിയിൽ കേട്ടോ, ഞാനൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞാണ് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയൊന്നും പാടില്ല. ഓക്കെ. അപ്പം ഒരു കോഷനിലൂടെ ഒരു കൺസേൺ ഫോം ചെയ്ത് കഴിഞ്ഞാൽ അത് ആ കൺസേൺ കിട്ടേണ്ട ആളുടെ ഓപ്ഷനിലാണ് അത് വോയിഡബിളായി, അത് വോയിഡബിളാണ്. അത് ആ കൺസേൺ കിട്ടേണ്ട ആളുടെ ഭാഗത്തു നിന്നാണ് അത് വോയിഡബിൾ ആവുന്നത്. ഓക്കെ. ഈ കോഷനിലൂടെ ഇപ്പം ആരെങ്കിലും ഒരു പൈസ പിടിച്ചു കൊടുക്കുകയോ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നിയമത്തിന് മുന്നേ വരുമ്പോൾ അതൊക്കെ അവർ തിരിച്ചു കൊടുക്കണം. ഈ കോഷൻ്റെ എസെൻഷ്യൽസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കുകയാണെങ്കിൽ, കോഷൻ എന്ന് പറയുന്നത് ശരിക്കും നിയമപരമായി കുറ്റകരമാണ്. ഇത്തരത്തിലുള്ള നിയമപരമായിട്ടുള്ള ക്രിമിനൽ കുറ്റങ്ങൾ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇന്ത്യൻ ശിക്ഷാ നിയമം, ക്രിമിനൽ ലോസിൽ ഇന്ത്യൻ പീനൽ കോഡ് സെഷൻസാണ് അതിനെ റെഗുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ നമ്മുടെ ക്രിമിനൽ ലോ, ഇന്ത്യൻ ക്രിമിനൽ ലോയിൽ IPC സെക്ഷൻസാണ് ക്രിമിനൽ കുറ്റങ്ങളെ റെഗുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവർ IPC സെക്ഷൻ പറയുന്നുണ്ട് ഇന്ന ക്രിമിനൽ കുറ്റങ്ങൾ, ഇന്ന ക്രിമിനൽ ആക്ടിവിറ്റീസ് എല്ലാം കുറ്റകരമാണ്, പണിഷബിൾ ആണെന്ന് പറയുന്നുണ്ട്. അപ്പം ഭീഷണിയും ആ രീതിയിൽ പണിഷബിളായിട്ടുള്ള ഒരു ഇതാണ്, ഒരു കുറ്റമാണ്. ഓക്കെ. അപ്പോൾ അങ്ങനെ നമ്മളുടെ കോഷൻ്റെ എസെൻഷ്യൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൽ ആദ്യം പറയുന്നത് ദ കമ്മിറ്റിംഗ് ഓഫ് എനി ഫോർബിഡൻ ബൈ ദ ഇന്ത്യൻ പീനൽ കോഡ്. അതായത് ഇന്ത്യൻ പീനൽ കോഡ് പറയുന്ന രീതിയിൽ ശിക്ഷാർഹമായിട്ടുള്ള ക്രിമിനൽ കുറ്റങ്ങൾ അത് ചെയ്തുകൊണ്ടാണ് ഒരാളെ ഭീഷണിപ്പെടുത്തുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ആ ഭീഷണിപ്പെടുത്തുന്ന അത് കുറ്റകരമാണ്. അതിലൂടെ കിട്ടുന്ന സമ്മതവും കൺസേണും എന്താണ്? വാല്യുബിൾ അല്ല. ഓക്കെ, അത് വോയിഡാണ്. ഓക്കെ. അപ്പോൾ അതാ പറയുന്നത് ഇഫ് എ പേഴ്സൺ ഒബ്റ്റെയിൻസ് ദ കൺസേൺ ഓഫ് അതർ കമ്മിറ്റിംഗ് ആൻ ആക്ട് വിച്ച് ഇസ് പണിഷബിൾ അണ്ടർ ദ പീനൽ കോഡ് ഇറ്റ് ഈസ് കൺസിഡർഡ് ആസ് കോഷൻ. അപ്പോൾ അതിനെ നമ്മൾ ആ കോഷൻ, ആ ഭീഷണി, അത് IPC സെക്ഷൻ പ്രകാരം പണിഷബിൾ ആയിട്ടുള്ള ഒരു ഇതാണ്, കുറ്റമാണ്. ഓക്കെ. പിന്നെ അതുപോലെ എന്താണ്? ദ ത്രെഡ് ടു കമ്മിറ്റ് ആക്ട് എനി ആക്ട് ഫോർബിഡൻ ബൈ IPC. ഇപ്പം ഇന്ത്യൻ പീനൽ കോഡ് പറഞ്ഞ ക്രിമിനലായിട്ടുള്ള കുറ്റങ്ങൾ അത് ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ട് ഒരു സമ്മതം മേടിക്കുകയാണ്, അതും എന്താണ്? അതും കോഷനാണ് അല്ലേ. ഇപ്പം ഒരാളുടെ മകനെ അവർ പിടിച്ചുകൊണ്ടുപോയിട്ട് തടവിലാക്കിയിട്ട് അയാളെ വിളിച്ച് പറയാണ് നിങ്ങളുടെ മകനെ ഞങ്ങൾ തടവിലാക്കിയിരിക്കുകയാണ്, നിങ്ങൾ ഇന്ന കാര്യം സമ്മതിച്ചാൽ മാത്രമേ വിട്ടുകൊടുക്കുള്ളൂ. അപ്പം ഈ IPC സെക്ഷൻ പറയുന്നത് ഒരാളെ അങ്ങനെ തടവിലാക്കുകയാണെങ്കിൽ അത് ക്രിമിനൽ കുറ്റമാണ്, പണിഷബിളാണ്. അത് ചെയ്തുകൊണ്ടാണ് ഭീഷണിപ്പെടുത്തുന്നത്. അതാണ് ആദ്യത്തെ കേസ് പറഞ്ഞത് കേട്ടോ, ദ കമ്മിറ്റിംഗ് ഓഫ് എനി ഫോർബിഡൻ ബൈ ദ ഇന്ത്യൻ പീനൽ കോഡ്. പിന്നെ രണ്ടാമത് എന്താ പറയുന്നത്?
ഒരാളുടെ മകനെ തട്ടിക്കൊണ്ട് പോയിട്ടില്ല, പക്ഷെ അയാളുടെ അടുത്ത് പറയാണ് നിങ്ങൾ ഇന്ന കാര്യം സമ്മതിച്ചില്ലെങ്കിൽ നിങ്ങളുടെ മകനെ ഞങ്ങൾ തട്ടിക്കൊണ്ട് പോകും. അതായത് IPC പറയുന്ന ഒരു ക്രിമിനൽ ആക്ടിവിറ്റി ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ഭീഷണിപ്പെടുത്തിയിട്ട് എന്ത് ചെയ്യുന്നു, കൺസേൺ മേടിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ളതും എന്താണ്, കോഷൻ തന്നെയാണ്. ഓക്കെ, ഇനി അതുപോലെ നോക്കൂ, ദ അൺലോഫുൾ ഡിറ്റൻഷൻ ഓഫ് എനി പ്രോപ്പർട്ടി ഓഫ് അനദർ പേഴ്സൺ. If a person obtain the consent of another person by detaining the property of the latter, it is coercion. അതായത് ഇപ്പോൾ ഒരാളുടെ സ്വന്തമായിട്ടുള്ള വസ്തു, ഇപ്പോൾ സപ്പോസ് അയാളുടെ വണ്ടി പിടിച്ചു വെച്ചു, എന്നിട്ട് ഭീഷണിപ്പെടുത്താണ്. എന്താണ് ഭീഷണിപ്പെടുത്തുന്നത്, നീ ഇന്ന കാര്യം സമ്മതിച്ചില്ലെങ്കിൽ നിൻ്റെ വണ്ടി വിട്ടു തരില്ല. ഓക്കെ, അപ്പം ഒരാളുടെ പ്രോപ്പർട്ടി ഇതുപോലെ പിടിച്ചു വയ്ക്കുന്നതും എന്താണ്, ഇറ്റ് ഈസ് അൺലോഫുൾ, അത് നിയമത്തിന് നിരക്കുന്നതല്ല, അതും കോഷനാണ്. അപ്പോൾ അങ്ങനെയും കോഷൻ അതെന്താണ്, അതും പണിഷബിൾ ആയിട്ടുള്ളതാണ്. ഇനി അങ്ങനെ പിടിച്ചു വെക്കുന്നു പറഞ്ഞ് ത്രെറ്റ് ചെയ്താലും അതും കോഷനാണ്. അതാ പറഞ്ഞത്, ദ ത്രെറ്റ് ടു ഡീറ്റെയിൻ എനി പ്രോപ്പർട്ടി ഓഫ് അനദർ പേഴ്സൺ റോങ്ഫുള്ളി. ഇഫ് എ പേഴ്സൺ മിയർലി ത്രെറ്റൻസ് ടു ഡീറ്റെയിൻ ദ പ്രോപ്പർട്ടി ഓഫ് അനദർ, ഇറ്റ് ഈസ് കോഷൻ. അതായത് പറയാണ്, നീ മര്യാദയ്ക്ക് സമ്മതിച്ചില്ലെങ്കിൽ നിൻ്റെ വണ്ടി ഞാൻ പിടിച്ചെടുക്കും. അപ്പോൾ അങ്ങനെ ആ അൺലോഫുള്ളായിട്ടൊരു പ്രോപ്പർട്ടി പിടിച്ചെടുക്കും എന്ന് പറഞ്ഞ് ത്രെറ്റ് ചെയ്തിട്ട് ഒരു ത്രെറ്റ് ചെയ്യുകയാണെങ്കിൽ അതും ഭീഷണിയാണ്. അൺലോഫുള്ളായിട്ട് ഒരാളുടെ വസ്തു പിടിച്ചു വെച്ചുകൊണ്ട് ത്രെറ്റൻ ചെയ്താൽ അതും കോഷനാണ്. IPC സെക്ഷൻ പ്രകാരം ക്രിമിനലായിട്ടുള്ള ഒരു ആക്ട് ചെയ്തിട്ട് ഭീഷണിപ്പെടുത്തുകയാണെങ്കിൽ അതും കോഷനാണ്. അത് ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തുന്നതും കോഷനാണ്. മനസ്സിലായോ? അപ്പോൾ ഇതാണ് നമ്മളുടെ കോഷൻ്റെ എസെൻഷ്യൽ ക്യാരക്ടേഴ്സ്. ഇങ്ങനെയുള്ള ഒരു കോഷനും പാടില്ല. അതിലൂടെ ഒരു കൺസേൺ എടുത്തു കഴിഞ്ഞാൽ അത് നമ്മളുടെ കൺസേൺ തരുന്ന പാർട്ടിയുടെ ഭാഗത്തു നിന്ന് വോയിഡബിളാണ്. അതാണ് ഇഫക്റ്റ് ഓഫ് കോഷനിൽ പറയുന്നത്. എന്താണ്? ദ കൺസേൺ ടു വിച്ച് ഈസ് ഒബ്റ്റെയിൻഡ് ബൈ കോഷൻ ഈസ് വോയിഡബിൾ അറ്റ് ദ ഓപ്ഷൻ ഓഫ് ദ പാർട്ടി ഹൂസ് കൺസേൺ ഈസ് സോ ഒബ്റ്റെയിൻഡ്. ആരുടെ ഭാഗത്തു നിന്നാണ് സമ്മതം മേടിക്കേണ്ടത്, സമ്മതം കിട്ടേണ്ടത്, അയാളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടാണ് സമ്മതം വാങ്ങിക്കുന്നുവെങ്കിൽ ആ സമ്മതം കിട്ടേണ്ട ആളുടെ ഭാഗത്തുനിന്ന് ആ കൺസേൺ വോയിഡബിൾ ആണ്. എന്ന് വെച്ചാൽ എന്താണ്, ഇപ്പം എന്നെ ഒരാൾ ഭീഷണിപ്പെടുത്തി ഒരു കാര്യം സമ്മതിക്കാൻ പറഞ്ഞിട്ട്, ഞാനത് അയാൾ ഭീഷണിപ്പെടുത്തി കഴിഞ്ഞപ്പോൾ ഞാൻ സമ്മതിച്ചു. ഓക്കെ, അയാൾ എന്നെ ഭീഷണിപ്പെടുത്തിയ കാര്യം ഞാൻ വെളിപ്പെടുത്തിയിട്ടില്ല, എൻ്റെ സമ്മതം ഉണ്ടല്ലോ, അവിടെ ഞാൻ സമ്മതിച്ചല്ലോ. അപ്പോൾ ഞാനത് വെളിപ്പെടുത്താത്ത പക്ഷം എൻ്റെ സമ്മതം എന്താണ്, വാലിഡാണ്. ഇനി അതല്ല, ഞാൻ വെളിപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ, അയാൾ എന്നെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് എൻ്റെ സമ്മതം വാങ്ങിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ സമ്മതം എന്തായി, വോയിഡായി മാറും. അപ്പോൾ അതാ പറഞ്ഞത്, the effect of concern to which is obtained by coercion is avoidable at the option of party whose concern is obtained. ആ കൺസേൺ നേടുന്ന ആളുടെ കയ്യിൽ നിന്ന് ആണത് വാലിഡ് ആവണോ വോയിഡ് ആവണോ എന്നുള്ള തീരുമാനിക്കുക. അതുകൊണ്ടാണ് വോയിഡബിൾ പറഞ്ഞത്. ഓക്കെ, അതാണ് നമ്മളുടെ ഇഫക്റ്റ് ഓഫ് കോഷൻ പറഞ്ഞത്. മനസ്സിലായല്ലോ? ഓക്കെ, നമ്മളിനി ഈ കോഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടേം നമ്മൾ ഇനി നെക്സ്റ്റ് നോക്കുകയാണ്. അതിനെയാണ് നമ്മൾ ഡ്യൂറസ് എന്ന് പറയുന്നത്. വാട്ട് ഈസ് ഡ്യൂറസ് എന്ന് ചോദിച്ചാൽ ഇതും നമ്മൾ കോഷനെ പോലെ ത്രെട്ടനിങ് തന്നെയാണ്. ഓൺലി ഡിഫറൻസ് ഇസ് ദാറ്റ് നമ്മൾ ഇന്ത്യൻ കോൺട്രാക്ട് ലോയിലാണ് കോഷൻ ഉപയോഗിക്കുന്നത്. അതിന് സിമിലർ ആയിട്ടുള്ള ഇംഗ്ലീഷ് ലോയിൽ യൂസ് ചെയ്യുന്ന വേർഡിംഗ് ആണ് ഡ്യൂറസ്. ഈ ഡ്യൂറസ് ഇതാണ്, ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ വേണ്ടിയിട്ട് ഒരു പേഴ്സൺ മറ്റു പേഴ്സണെ ത്രെട്ടൻ ചെയ്ത് അയാളുടെ കൺസേൺ മേടിക്കുക. അതിനാണ് ഡ്യൂറസ് കൊണ്ട് മീൻ ചെയ്യുന്നത്. ഓക്കെ, സോ ദ ടേം ഡ്യൂറസ് ഈസ് യൂസ്ഡ് ഇൻ ഇംഗ്ലീഷ് ലോ വിച്ച് കറസ്പോണ്ട്സ് ടു കോഷൻ ഇൻ ഇന്ത്യൻ ലോ. ഡ്യൂറസ് മീൻസ് ത്രെറ്റ് ബൈ വൺ പേഴ്സൺ ടു അനദർ വിത്ത് എ വ്യൂ ടു ഒബ്റ്റെയിൻ ദ കൺസേൺ ടു ദ കോൺട്രാക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള കൺസേണിന് വേണ്ടിയിട്ട് ഒരാൾ മറ്റാളെ ത്രെട്ടൻ ചെയ്യുന്നത് ഇംഗ്ലീഷ് ലോയിൽ പറയുന്ന പേരാണ് ഡ്യൂറസ്. അത് നമ്മൾ ഇന്ത്യൻ ലോയിൽ കോഷൻ എന്ന് പറയുന്നു. മനസ്സിലായല്ലോ? ഇനി എന്താണ് കോഷനും അതുപോലെ തന്നെ ഡ്യൂറസും തമ്മിലുള്ള വ്യത്യാസം? ചെറിയ വ്യത്യാസങ്ങളുണ്ട് കേട്ടോ. അതെന്താണ്? ആദ്യം പറയുന്നത്, കോഷൻ മേ ബി യൂസ്ഡ് അഗെയിൻസ്റ്റ് എനി പേഴ്സൺ ഇൻക്ലൂഡിങ് സ്ട്രേഞ്ചർ. ഒരു കോഷൻ ഭീഷണി ഒരു സ്ട്രേഞ്ചറുടെ പുറത്തേക്കും ഉപയോഗിക്കാം എന്നാണ് പറയുന്നത്. ഇപ്പം നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലെ
സിനിമയിലിപ്പോൾ വില്ലനും അതുപോലെ ഹീറോയും തമ്മിൽ ഫൈറ്റിംഗ് നടക്കുകയാണ് ഒരു പബ്ലിക് പ്ലേസിൽ. അവസാനം വില്ലൻ എന്ത് ചെയ്തു, ആ പബ്ലിക് പ്ലേസിൽ പോയിക്കൊണ്ടിരുന്ന ഒരാളെ പെട്ടെന്ന് പിടിച്ച് അയാളെ കഴുത്തിൽ കത്തി വെച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഹീറോയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ആ പബ്ലിക് പേഴ്സൺ ഈസ് എ സ്ട്രേഞ്ചർ. സോ അതുപോലെ തന്നെ നമ്മളുടെ കോഷനിലും ഭീഷണിപ്പെടുത്താനായിട്ട് ഒരു സ്ട്രേഞ്ചറിനെ വേണമെങ്കിൽ ഭീഷണിപ്പെടുത്താം. ഓക്കെ, സോ അത് കോഷനിൽ പറ്റും. പക്ഷേ ഡ്യൂറസിൽ അങ്ങനെയല്ല കേട്ടോ. ഡ്യൂറസ് ക്യാൻ ബി യൂസ്ഡ് ഓൺലി അഗെയിൻസ്റ്റ് ദ ലൈഫ് ഓഫ് ലിബർട്ടി ഓഫ് ദ പേഴ്സൺ ടു ദ കോൺട്രാക്ട്. ആ കോൺട്രാക്റ്റിന് ബന്ധപ്പെട്ട ആളിനെ മാത്രമേ ഡ്യൂറസ് കൊണ്ട് ത്രട്ടൻ ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ പിന്നെ ആ കോൺട്രാക്റ്റിൽ ബന്ധപ്പെട്ട ആളുടെ ഫാമിലി മെമ്പേഴ്സിനെ ത്രട്ടൻ ചെയ്യാം. പക്ഷേ കോഷനിൽ അങ്ങനെയല്ല. കോഷനിൽ ആ കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന ആളെ അയാളുടെ ഫാമിലി മെമ്പേഴ്സിനെയോ അല്ലെങ്കിൽ ഒരു സ്ട്രേഞ്ചറിനെയോ ആവാം. അതാണ് പറയുന്നത്. ഓക്കെ, അതാണ് കോഷൻ ആൻഡ് ഡ്യൂറസിൻ്റെ ആദ്യത്തെ ഡിഫറൻസ് പറയുന്നത്. ഇനി രണ്ടാമത്തെ ഡിഫറൻസ് എന്താണെന്ന് നോക്കൂ. കോഷൻ may proceed from any person irrespective of the fact whether he is a party of the contract or not. അതായത് ഇപ്പം ഭീഷണി, നമ്മുടെ കോഷൻ എന്നുള്ള ഭീഷണി, ഇന്ത്യൻ കോൺട്രാക്റ്റ് അനുസരിച്ച് പറഞ്ഞാൽ കോഷൻ എന്നുള്ള ഭീഷണി നമുക്ക് ആര് വേണമെങ്കിൽ ചെയ്യാമെന്നാണ് പറയുന്നത്. ഇപ്പം എനിക്ക് വേറൊരാളെ ഭീഷണിപ്പെടുത്തണം, അത് ഞാനല്ല ചെയ്യുന്നത്. ഞാൻ എന്ത് ചെയ്ത് കൊട്ടേഷൻ കൊടുത്തിട്ട് ഒരു ഗുണ്ടാ സംഘത്തിനെ ഏൽപ്പിച്ചു. അപ്പോൾ ആ ഗുണ്ടാ സംഘം എന്ത് ചെയ്തു, ആളെ പോയിട്ട് ഭീഷണിപ്പെടുത്താണ്. ഓക്കെ, അപ്പോൾ ആ ഗുണ്ടാ സംഘം എന്താണ്, എൻ്റെ കോൺട്രാക്റ്റായിട്ട് ഒരു ബന്ധമില്ലാത്ത ആൾക്കാരാണ്. ഓക്കെ, അപ്പോൾ കോഷനിൽ അത് അനുവദിക്കുന്നുണ്ട്. പക്ഷേ ഡ്യൂറസിന് അങ്ങനെയല്ല. ഡ്യൂറസിൽ ഒന്നില്ലെങ്കിൽ ആ പാർട്ടി നേരിട്ടോ അല്ലെങ്കിൽ ആ പാർട്ടിയുടെ റെപ്രസെൻറ്റേറ്റീവ് ഒരു ഏജൻറ്റ് അല്ലേ, ഇപ്പോൾ ആ കോൺട്രാക്റ്റിലുള്ള ഒരു ഏജൻറ്റ്, അവർക്കോ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഭീഷണിപ്പെടുത്താൻ പറ്റുള്ളൂ. അതാണ് കോഷൻ ആൻഡ് ഡ്യൂറസിൻ്റെ രണ്ടാമത്തെ ഡിഫറൻസ്. ഇനി മൂന്നാമത്തെ ഡിഫറൻസ് എന്താ പറയുന്നത്, അൺലോഫുൾ ഡിറ്റൻഷൻ ഓഫ് ഗുഡ്സ് ഈസ് കോഷൻ. ഇപ്പം നമ്മൾ നിയമപരമല്ലാതെ ഈ ഒരാളുടെ സ്വന്തമായിട്ടുള്ള വസ്തുക്കളൊന്നും വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് കോഷനാണ്. അപ്പോൾ കോഷനിൽ അത് അനുവദിച്ചിട്ടുണ്ട്. പക്ഷേ ഡ്യൂറസിൽ അങ്ങനെ അൺലോഫുള്ളായിട്ട് ഗുഡ്സ് ഒന്നും പിടിച്ചു വെക്കാൻ പാടില്ലെന്ന് തന്നെയാണ് പറയുന്നത്. ഡ്യൂറസ് അങ്ങനെ പറ്റില്ല, അതിനെ ഡ്യൂറസ് എന്ന് പറയില്ല നമ്മൾ. ഓക്കെ, പിന്നെ ലാസ്റ്റ് ഡിഫറൻസ്, ഇറ്റ് ഈസ് നോട്ട് നെസസറി ദറ്റ് കോഷൻ ഷുഡ് കോസ് ഇമീഡിയറ്റ് വയലൻസ്. കോഷനിൽ ഇമീഡിയറ്റ് വയലൻസ് ആവണം നിർബന്ധമില്ല. ബട്ട് ഈ ഡ്യൂറസ് മസ്റ്റ് ബി സച്ച് ടു കോസ് ഇമീഡിയറ്റ് വയലൻസ്. ഇപ്പം കോഷനിൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അതായത് ഇപ്പം ഒരാളെ ദേഹോപദ്രവം ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്താം. പക്ഷെ ഡ്യൂറസിൽ അങ്ങനെയല്ല, ചെയ്തിട്ടായിരിക്കും ഭീഷണിപ്പെടുത്തുന്നത്. അപ്പം ഒരു കാര്യം ചെയ്യും എന്ന് പറഞ്ഞ് ത്രട്ടൻ ചെയ്തിട്ട് കോഷനിൽ ഭീഷണിപ്പെടുത്താം. അത് ആ വയലൻസ് വേണമെന്ന് നിർബന്ധമില്ല. പക്ഷേ ഡ്യൂറസിൽ അങ്ങനെയല്ല, അവിടെ ഇമ്മീഡിയറ്റ് വയലൻസ് ഉണ്ട്, ഉപദ്രവിച്ചിട്ട് ആയിരിക്കും ഭീഷണിപ്പെടുത്തുന്നത്. അപ്പോൾ അതാണ് കോഷൻ ആൻഡ് ഡ്യൂറസിൻ്റെ ഒരു ലാസ്റ്റ് ഡിഫറൻസ്. അപ്പം ഡ്യൂറസ് എന്താണെന്ന് മനസ്സിലായി, വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ കോഷൻ ആൻഡ് ഡ്യൂറസ് അതും മനസ്സിലായി. ഓക്കെ, ഇനിയിപ്പോൾ അടുത്ത് എന്താ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫ്രീ കൺസേണിൽ വരാൻ പാടില്ലാത്ത കോഷനെ കുറിച്ച് പറഞ്ഞു. കോഷൻ കഴിഞ്ഞിട്ട് ഇംഗ്ലീഷ് ലോയിൽ അതിൻ്റെ ഒരു വകഭേദം ഡ്യൂറസിനെ കുറിച്ചും പറഞ്ഞു. പിന്നെ ഡ്യൂറസും കോഷനും തമ്മിലുള്ള ഡിഫറൻസ് കണ്ടു അല്ലേ. കോഷൻ ത്രെറ്റാണ്, ഭീഷണിയാണ്. IPC ഇന്ത്യൻ പീനൽ കോഡ് സെക്ഷൻ അനുസരിച്ച് അത് കുറ്റകരമാണ്. ഇനി അൺഡു ഇൻഫ്ലുവൻസ്, അതായത് ഒരു എന്താണ് പറയുക, സ്വാധീനിക്കുക, അതിയായ സ്വാധീനം ചെലുത്തുക, അതാണ് അൺഡ്യൂ ഇൻഫ്ലുവൻസ്. അതിയായ സ്വാധീനം, ഒരാളെ അതിയായ സ്വാധീനം ചെലുത്തി അവരെ കൊണ്ട് എന്തെങ്കിലും കാര്യം ചെയ്യിപ്പിക്കുക, ഇതാണ് അൺഡ്യൂ ഇൻഫ്ലുവൻസിൽ വരുന്നത്. ഇത് റിലേഷൻഷിപ്പിൻ്റെ ഭാഗമായിട്ടാണ് അൺഡ്യൂ ഇൻഫ്ലുവൻസ് വരിക. രണ്ടുപേർ തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ ഒരാൾ മറ്റാളെ സ്വാധീനം ചെലുത്തി അയാളെ കൊണ്ട് എന്ത് ചെയ്യുന്നു, ഈ സ്വാധീനം ചെലുത്തുന്ന ആൾക്ക് ഗുണകരമാകുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തെടുക്കുക, അതാണ് അൺഡ്യൂ ഇൻഫ്ലുവൻസ്. അപ്പം ഇത് റിലേഷൻഷിപ്പിലുള്ള ആൾക്കാർ തമ്മിലാണ് അൺഡ്യൂ ഇൻഫ്ലുവൻസ് ഉണ്ടാവുന്നത്. When the relationship between the parties of a contract is such that one of the party can dominate the will of the other and use the position to claim an unfair advantage over the other, the contract is caused by undue influence. ഇതിപ്പോൾ നമ്മൾ ചിലപ്പോൾ കേൾക്കാറുണ്ട്, ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പിലാണ്, അപ്പം ഹസ്ബൻഡ് ഡോമിനേറ്റ് ചെയ്ത് സ്വാധീനം ചെലുത്തി വൈഫിനെ കൊണ്ട് ഓരോന്ന് ചെയ്യിപ്പിക്കുക.
അങ്ങനെ ചില ഇതിലൊക്കെ നമ്മൾ കാണാറുണ്ട്. അത് അൺഡ്യൂ ഇൻഫ്ലുവൻസ് ആണ് അല്ലേ. യഥാർത്ഥത്തിൽ വൈഫ് അങ്ങനെ ചെയ്യാത്തതാണ്, പക്ഷേ ഭർത്താവ് സ്വാധീനം ചെലുത്തുന്നതുകൊണ്ട് അതങ്ങനെ ചെയ്യുന്നു. ഓക്കെ, അത് ഈ ഭർത്താവിൻ്റെ ഇതിൽ ആൾക്ക് അതിൻ്റെ ഗുണം കിട്ടാൻ വേണ്ടിയിട്ട് അല്ലേ, ആ രീതിയിൽ. അപ്പോൾ അതുപോലെ റിലേഷൻഷിപ്പിൽ ഒരു പാർട്ടി മറ്റു പാർട്ടീനെ ഡോമിനേറ്റ് ചെയ്ത് അയാൾക്ക് നേട്ടം വരുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യാം. അതാണ് അൺഡ്യൂ ഇൻഫ്ലുവൻസ്. അപ്പോൾ ചുരുക്കി അൺഡ്യൂ ഇൻഫ്ലുവൻസ് പറയുകയാണെങ്കിൽ നമുക്കിതെങ്ങനെ പറയാം: അൺഡ്യൂ ഇൻഫ്ലുവൻസ് ഇസ് ദ ഡോമിനേഷൻ ഓഫ് വീക്ക് മൈൻഡ് ബൈ എ സ്ട്രോങ് മൈൻഡ്. വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു മൈൻഡുള്ള ഒരാൾ വീക്കായിട്ടുള്ളൊരു മൈൻഡുള്ള ആളിനെ സ്വാധീനം ചെലുത്തിക്കൊണ്ട് ഈ സ്ട്രോങ് മൈൻഡിന് ഉപകാരപ്രദമായിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങൾ, അയാൾക്ക് പ്രയോജനപ്രദമായിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങൾ ഈ വീക്ക് മൈൻഡായിട്ടുള്ള ആളെ കൊണ്ട് ചെയ്യിപ്പിക്കുക. So it is an influence which compel another person to do something which he would not have done otherwise. അപ്പോൾ ഇത് ആ ഒരു ഇൻഫ്ലുവൻസിലൂടെ നിർബന്ധിതരാവുകയാണ് ചെയ്യുന്നത് ആര്? വീക്ക് മൈൻഡഡ് പേഴ്സൺ. അല്ലെങ്കിൽ സാധാരണഗതിയിൽ ആ വീക്ക് മൈൻഡ് പേഴ്സൺ അത് ചെയ്യില്ലായിരുന്നു. ഓക്കെ, അതാണ് അൺഡ്യൂ ഇൻഫ്ലുവൻസ്. ഇപ്പോൾ ഒരു എക്സാമ്പിളോടെ നോക്കൂ. മിസ്റ്റർ ജാക്ക് ഒരു ഒരു പേഷ്യൻ്റാണ്. അയാൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് അല്ലേ, ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ അയാളെ ട്രീറ്റ് ചെയ്യുന്നൊരു ഡോക്ടറാണ് ഡോക്ടർ സാം. അപ്പം ഇപ്പോൾ ഈ ഒരു കേസിൽ സാം ഒരു സ്ട്രോങ് മൈൻഡഡ് പേഴ്സണും ജാക്ക് ഒരു വീക്ക് പേഴ്സണുമാണ്. അപ്പോൾ ഈ ഡോക്ടർ സാം എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ജാക്കിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് എന്ത് ചെയ്തു, ഒരു വളരെ അയാൾക്ക് പ്രയോജനമാവുന്ന രീതിയിലൊരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുകയാണ്. ആ കോൺട്രാക്റ്റിൽ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഡോക്ടർ സാമിന് സാധാരണ കിട്ടുന്നതിലും വളരെ കൂടുതലായിട്ടുള്ള ഒരു റെമ്യൂണറേഷൻ കൊടുക്കണം എന്നുള്ളൊരു കോൺട്രാക്റ്റിലേക്ക് വന്ന് അങ്ങനെ ജാക്കിനെ കൊണ്ട് അത് അയാൾ പേ ചെയ്യിപ്പിച്ച് വാങ്ങിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് അയാളുടെ കൺസൾട്ടൻസി സർവീസസ് ആയിട്ട്. ഇത് ശരിക്കും ഈ കേസിൽ ഡോക്ടർ സാം എന്ത് ചെയ്യുന്നുണ്ട്, ഒരു അൺഡ്യൂ ഇൻഫ്ലുവൻസ് ആണ് ജാക്കിൻ്റെ മുകളിൽ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് അൺഡ്യൂ ഇൻഫ്ലുവൻസ്. ഇനി ഈ അൺഡ്യൂ ഇൻഫ്ലുവൻസിൻ്റെ ഒരു ഡെഫിനിഷൻ നമ്മൾ പറയുകയാണെങ്കിൽ നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, അൺഡ്യൂ ഇൻഫ്ലുവൻസ് എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ: ഡോമിനേഷൻ ഓഫ് സ്ട്രോങ് മൈൻഡ് പേഴ്സൺ ഓവർ എ വീക്ക് മൈൻഡ് പേഴ്സൺ. ഇത്ര ഓർത്താൽ മതി. ഓക്കെ, അപ്പോൾ എൻ്റെ ഡെഫിനിഷൻ നോക്കൂ: എ കോൺട്രാക്ട് ഇസ് സെറ്റ് ടു ബി ഇൻഡ്യൂസ്ഡ് ബൈ അൺഡ്യൂ ഇൻഫ്ലുവൻസ് where the relation subsisting between the parties are such that അപ്പോൾ ഒരു റിലേഷനിലാണ് അൺഡ്യൂ ഇൻഫ്ലുവൻസ് ഉണ്ടാവുക, where there is a relation in which one party is in a position to dominate the will of the other party. One party is in a position to dominate the will of the other party and that position to obtain an unfair advantage over the other. അതാണ് ഡെഫിനേഷൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അൺഡ്യൂ ഇൻഫ്ലുവൻസ് ഇസ് ഫോംഡ് in relation between two parties where one party is in a position to dominate the will of the other party and obtain an unfair advantage over the other. ഇത്രയും നമ്മൾ സിമ്പിളായിട്ട് അൺഡ്യൂ ഇൻഫ്ലുവൻസ് എന്താണെന്നുള്ളതും അതിൻ്റെ ഡെഫിനേഷൻ എന്താണെന്നുള്ളതും മനസ്സിലാക്കിയെടുക്കുക. ഓക്കെ, സ്വാധീനം ചെലുത്തിക്കൊണ്ട് ഒരു വീക്ക് മൈൻഡഡ് ആയിട്ടുള്ളൊരു വ്യക്തിനെ കൊണ്ട് ഈ സ്വാധീനം ചെലുത്തുന്ന ആൾക്ക് ഗുണം കിട്ടുന്ന രീതിയിൽ അയാളെ കൊണ്ട് നിർബന്ധിച്ച് കാര്യങ്ങൾ ചെയ്യിപ്പിക്കുക. അതാണ് അൺഡ്യൂ ഇൻഫ്ലുവൻസ്. അതെന്താണെന്നുള്ളത് മനസ്സിലായല്ലോ. ഇപ്പോൾ കോഷ്യൻ്റെ നമ്മൾ എസെൻഷ്യൽസ് പറഞ്ഞ പോലെ തന്നെ അൺഡ്യൂ ഇൻഫ്ലുവൻസിൻ്റെയും എസെൻഷ്യൽസ് ഉണ്ട്. എന്തൊക്കെയാണ്? ദ റിലേഷൻ സബ്സിസ്റ്റിംഗ് ബിറ്റ്വീൻ ദ പാർട്ടീസ് ആർ സച്ച് ദാറ്റ് വൺ ഓഫ് ദ പാർട്ടി ഷുഡ് ബി ഇൻ പൊസിഷൻ ടു ഡോമിനേറ്റ് ദ വിൽ ഓഫ് ദ അതർ. അതായത് ഈ അൺഡ്യൂ ഇൻഫ്ലുവൻസ് വന്നിട്ട് ചുമ്മാ രണ്ട് ആൾക്കാർ തമ്മിൽ ഒരു അൺഡ്യൂ ഇൻഫ്ലുവൻസ് വരില്ല. ദർ ഷുഡ് ബി സം റിലേഷൻ. രണ്ടുപേര് തമ്മിൽ റിലേഷൻ ഉണ്ടാവണം. അതുമാത്രമല്ല, ആ റിലേഷനിൽ ഒരാൾക്ക് മറ്റാളെ ഡോമിനേറ്റ് ചെയ്യാനുള്ള ഒരു പൊസിഷനും കൂടി ഉണ്ടാവണം. ഒരാൾക്ക് മറ്റാളുടെ വില്ല് അല്ലേ, ചെയ്യാനുള്ളൊരു ആഗ്രഹം, അതാണല്ലോ വില്ല്. അപ്പോൾ ഒരാൾക്ക് മറ്റാളെ ചെയ്യാനുള്ള ആഗ്രഹത്തിന് ഡോമിനേറ്റ് ചെയ്യാനുള്ള പൊസിഷൻ ഉണ്ടാവണം. അപ്പോൾ രണ്ട് വ്യക്തികൾ തമ്മിൽ റിലേഷനിലായിരിക്കണം. അതിൽ ഒരാൾക്ക് മറ്റാളുടെ ചെയ്യാനുള്ള ആഗ്രഹത്തിനെ ഡോമിനേറ്റ് ചെയ്യാനുള്ള പൊസിഷൻ ഉണ്ടാവണം.
അല്ലേ? ഇപ്പോൾ ഹസ്ബൻഡ് വൈഫ് അങ്ങനെയാണ് അല്ലേ, റിലേഷൻ അങ്ങനെയാണ്. അപ്പോൾ വൈഫിനെ കൊണ്ട് എന്തെങ്കിലും ചെയ്യിപ്പിക്കാനായിട്ട് ഇപ്പോൾ ഹസ്ബൻഡ് സ്ട്രോങ് മൈൻഡഡ് പേഴ്സൺ ആണെങ്കിൽ അങ്ങനെ ആവാം, നേരെ തിരിച്ചും ആവാം അല്ലേ. ചില സ്ഥലങ്ങളിൽ വൈഫ് ഭയങ്കര സ്ട്രോങ് മൈൻഡഡ് ആയിരിക്കും, ഹസ്ബൻഡ് വീക്ക് മൈൻഡഡ് ആയിരിക്കും. അപ്പോൾ വൈഫ് ഡോമിനേറ്റ് ചെയ്ത് ഹസ്ബൻഡിനെ കൊണ്ട് എന്തെങ്കിലും ചെയ്യിപ്പിക്കും, അങ്ങനെയും ചെയ്യാം. സോ റിലേഷൻ ഉണ്ടാവണം, അതിൽ ഒരാൾക്ക് മറ്റാളെ ഡോമിനേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പൊസിഷൻ ഉണ്ടാവണം. അതാണ് ആദ്യത്തെ എസെൻഷ്യൽ. സെക്കൻഡ് തിങ് എന്താണ്? The dominant party should obtain an unfair advantage over the other. അപ്പോൾ ഡോമിനേറ്റ് ചെയ്യുന്ന വ്യക്തിക്ക് എന്താണ്, ഈ ഒരു അൺഡു ഇൻഫ്ലുവൻസ് കൊണ്ട് വളരെ അൺഫെയർ ആയിട്ടുള്ള, അതായത് അൺഫെയർ ആവുന്നതെന്ന് വെച്ചാൽ അത് ചെയ്യിപ്പിക്കുന്ന ആൾക്കത് അൺഫെയർ ആണ്. അൺഫെയർ ആയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ്, ഒരു മെച്ചം ഉണ്ടായിരിക്കണം, കിട്ടണം. അതാണ് പറയുന്നത് രണ്ടാമത്തെ എസെൻഷ്യൽ. ഇനി മൂന്നാമത്തെ എസെൻഷ്യൽ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഡോമിനൻ്റ് പാർട്ടി മസ്റ്റ് യൂസ് ഹിസ് ഡോമിനൻ്റ് പൊസിഷൻ ടു ഒബ്റ്റെയിൻ ദാറ്റ് അൺഫെയർ അഡ്വാൻറ്റേജ്. അപ്പം ഡോമിനൻ്റ് ആയിട്ടുള്ള ആ പാർട്ടിക്ക് ഒരു അൺഫെയർ അഡ്വാൻറ്റേജ് കിട്ടണം. ഈ ഡോമിനൻ്റ് ആയിട്ടുള്ള പാർട്ടിക്ക് ആ അൺഫെയർ അഡ്വാൻറ്റേജ് വാങ്ങിച്ചെടുക്കാനുള്ള ഒരു പൊസിഷൻ കൂടി അയാൾക്ക് ഉണ്ടാവണം. ഇതാണ് നമ്മളുടെ അൺഡു ഇൻഫ്ലുവൻസിൽ 3 എസെൻഷ്യൽസ് പറയുന്നത്. ഒന്ന്, രണ്ട് പാർട്ടീസ് തമ്മിൽ റിലേഷൻ ഉണ്ടായിരിക്കണം, അതിൽ ഒരാൾക്ക് ഡോമിനേറ്റ് മറ്റാളുടെ വില്ലിനെ ഡോമിനേറ്റ് ചെയ്യാനുള്ള പൊസിഷൻ ഉണ്ടായിരിക്കണം. സെക്കൻഡ് തിങ്, ഈ ഡോമിനേഷനിലൂടെ അയാൾക്ക് ഒരു അൺഫെയർ അഡ്വാൻറ്റേജ് കിട്ടണം. ഇനി 3, അങ്ങനെ ഒരു അൺഫെയർ അഡ്വാൻറ്റേജ് അയാൾ നേടിയെടുക്കുകയും വേണം. ഇതാണ് അൺഡു ഇൻഫ്ലുവൻസിൻ്റെ 3 എസെൻഷ്യൽസ്. ഓക്കെ. ഇനി റിലേഷൻഷിപ്പ് വെയർ അൺഡു ഇൻഫ്ലുവൻസ് ഇസ് പ്രസ്യൂംഡ്. ഇപ്പം അൺഡു ഇൻഫ്ലുവൻസ് നമുക്ക് ശരിക്കും ഈ പറയുന്ന റിലേഷൻഷിപ്പിലാണ് ഉണ്ടാവുക എന്ന് പറഞ്ഞു അല്ലേ. അപ്പം അതിൽ നമുക്ക് ചില റിലേഷനിൽ ഈ പറയുന്ന അൺഡു ഇൻഫ്ലുവൻസിനെ നമുക്കൊരു പ്രശ്നമായിട്ട് പറയാനായിട്ട് പറ്റില്ല. അതാണ് ഈ ഒരു ടോപ്പിക്കിൽ പറയുന്നത്. എന്താണ്? റിലേഷൻഷിപ്പ് വെയർ അൺഡു ഇൻഫ്ലുവൻസ് ഇസ് പ്രസ്യൂംഡ്. അപ്പോൾ ചില റിലേഷനിൽ നമുക്ക് ഈ അൺഡു ഇൻഫ്ലുവൻസിനെ കാര്യമായിട്ട് ഒരു പ്രശ്നമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ കോൺട്രാക്റ്റിൻ്റെ ഇതിൽ അൺഡു ഇൻഫ്ലുവൻസ് വന്നാൽ അവിടുത്തെ പ്രീ കൺസേൺ ആവില്ല എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതുപോലെ ചില സ്ഥലങ്ങളിൽ നമുക്ക് ഈ അൺഡു ഇൻഫ്ലുവൻസിനെ നമുക്ക് വലിയ കാര്യമായിട്ട് ഒരു പ്രശ്നമായിട്ട് പറയാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അതെങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ. അപ്പം അൺഡു ഇൻഫ്ലുവൻസ് എന്താണെന്നുള്ളത് മനസ്സിലായല്ലോ. അതിൽ മിക്കവാറും അത് അൺഡു ഇൻഫ്ലുവൻസ് ഉണ്ടാവുന്നു. അപ്പോൾ പെർസീവ് എന്ന് വെച്ചാൽ അനുമാനിക്കുക. അൺഡു ഇൻഫ്ലുവൻസ് ഉണ്ടാവുന്നത് തന്നെ നമുക്കത് മനസ്സിലാക്കാനായിട്ട് പറ്റും. There are certain relationships in which it would be perceived that one party is in a position to dominate the will of the other party. എപ്പോഴും നമുക്ക് ആ റിലേഷനിൽ നമുക്ക് ഒരാളും പറയാതെ തന്നെ നമുക്ക് അനുമാനിക്കാൻ പറ്റും അവിടെ അൺഡു ഇൻഫ്ലുവൻസ് ഉണ്ട് എന്നുള്ള കാര്യം. ആരും പറയേണ്ട കാര്യമില്ല. ഓക്കെ. അങ്ങനെയുള്ള എന്തൊക്കെ റിലേഷൻസാണ് നമ്മൾ പറഞ്ഞു? അൺഡു ഇൻഫ്ലുവൻസ് ഉണ്ടാവുന്നത് റിലേഷൻഷിപ്പുള്ള പാർട്ടീസ് തമ്മിലാണ്. ചില റിലേഷൻഷിപ്പിൽ നമുക്ക് തന്നെ അനുമാനിക്കാൻ പറ്റും എന്താണ് അവിടെ അൺഡു ഇൻഫ്ലുവൻസ് ഉണ്ടെന്നുള്ള കാര്യം. അപ്പോൾ ഏതൊക്കെ റിലേഷൻസിലാണെന്ന് നോക്കൂ. പാരൻ്റ് ആൻഡ് ചൈൽഡ് അല്ലേ. പാരൻ്റ് ആൻഡ് ചൈൽഡിനെ ഡോമിനേറ്റ് ചെയ്തിട്ടാണ് എപ്പോഴും പാരൻ്റ് നിൽക്കുക അല്ലേ. വെറുതെ ചൈൽഡ് വാശി പിടിച്ചാലും പാരൻ്റ് സമ്മതിച്ചു കൊടുക്കില്ല, അവർ ഡോമിനേറ്റ് ചെയ്ത് അവരെ കൺട്രോൾ ചെയ്യും. ഗാർഡിയൻ ആൻഡ് വാർഡ് അല്ലേ. ഇപ്പോൾ ഒരു കുട്ടിക്ക് പാരൻസ് അല്ല, ഗാർഡിയൻ ആണെങ്കിൽ ഗാർഡിയനും ആ വാർഡും അവർ തമ്മിൽ ഡോമിനേഷൻ, ഗാർഡിയനാണ് ഡോമിനേറ്റ് ചെയ്യുക. പിന്നെ ട്രസ്റ്റി ആൻഡ് ബെനിഫിഷ്യറി അല്ലേ. ട്രസ്റ്റിയും അതുപോലെ തന്നെ ബെനിഫിഷ്യറി, ഒരു ട്രസ്റ്റി അയാളുടെ ബെനിഫിഷ്യറി, ഇവർ തമ്മിലും ഈ പറഞ്ഞ പോലെ തന്നെ എന്താണ് ഡോമിനേഷൻ ഉണ്ടാവും. പിന്നെ അതായത് ട്രസ്റ്റി ആയിരിക്കും ഡോമിനേറ്റ് ചെയ്യുക. അഡ്വക്കേറ്റ് ആൻഡ് ക്ലൈൻറ്റ് അല്ലേ. ഇപ്പോൾ നമുക്കൊരു കേസിന് വേണ്ടി ഒരു വക്കീലെടുത്ത് പോയാൽ ആ വക്കീൽ നമ്മളെ ഡോമിനേറ്റ് ചെയ്യും. ഡോക്ടർ ആൻഡ് പേഷ്യൻ്റ്, അഫ്കോഴ്സ് ഡോക്ടർ ആയിരിക്കും പേഷ്യൻറ്റിനെ ഡോമിനേറ്റ് ചെയ്യുക. ഗുരു ആൻഡ് ഡിസൈപ്പിൾ, ഒരു ഗുരു അയാളുടെ ശിഷ്യഗണങ്ങൾ, അപ്പോൾ ഗുരുവാണ് അവിടെ ഡോമിനേറ്റ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയുള്ള റിലേഷൻസിലൊക്കെ നമുക്ക് ഡോമിനേഷൻ ഉണ്ടാവും എന്നുള്ളത് അനുമാനിക്കാൻ പറ്റും അല്ലേ. ദ ഫോളോയിങ് പേഴ്സൺസ് ആർ ഡീംഡ് ടു ബി ഇൻ പൊസിഷൻ ടു ഡോമിനേറ്റ് ദ വിൽ ഓഫ് ദ അതർ. ഇപ്പം ഇങ്ങനെയുള്ള ചില ആൾക്കാരെ തീർച്ചയായിട്ടും ഡോമിനേറ്റ് ചെയ്യാനുള്ള ഒരു അധികാരം കൊടുത്തിട്ടുണ്ട്, ഡോമിനേറ്റ് ചെയ്യാമെന്നാണ് പറയുന്നത്. വെൻ ഹി ഹോൾഡ്സ് എ റിയൽ ഓർ അപ്പാരൻ്റ് അതോറിറ്റി, ഡോമിനേറ്റ് ചെയ്യാനുള്ള അതോറിറ്റി അയാൾക്ക് ഉണ്ടെങ്കിൽ അയാൾക്ക് തീർച്ചയായിട്ടും ഡോമിനേറ്റ് ചെയ്യാം. എ റിയൽ ഓർ അപ്പാരൻ്റ് അതോറിറ്റി റെഫേഴ്സ് ടു റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ മാസ്റ്റർ ആൻഡ് ദ സെർവൻറ്റ്. ഒരാൾ സുപ്പീരിയർ, മറ്റാൾ സബോർഡിനേറ്റ്.
അവിടെ സുപ്പീരിയർക്ക് ഫുൾ അധികാരമാണ്, അയാളെ ഡോമിനേറ്റ് ചെയ്യാനുള്ള അധികാരം. സോ ആ ഒരു രീതിയിലുള്ളപ്പോൾ അയാൾക്ക് എന്തായാലും എന്ത് ചെയ്യാം, ഡോമിനേറ്റ് ചെയ്യാം. വേർ ഹി സ്റ്റാൻഡ് ഇൻ ഫിഡ്യൂഷ്യറി റിലേഷൻഷിപ്പ് ടു ദ അതർ. ഫിഡ്യൂഷ്യറി relation means a relation of trust and confidence upon each other. relation of advocate and client അല്ലേ. നമ്മൾ ഇപ്പോൾ ഒരു അഡ്വക്കേറ്റ് ക്ലയൻറ്റ് തമ്മിൽ എന്താണ്, ഒരു ഫിഡ്യൂഷ്യറി റിലേഷൻഷിപ്പാണ്. അതായത് വിശ്വാസത്തിൻ്റെയും അതുപോലെ തന്നെ നമുക്ക് വളരെ സ്വകാര്യമായിട്ടുള്ള ഒരു റിലേഷനാണ് അല്ലേ. നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും, അത് ആ സ്വകാര്യമായിട്ടാണ് വക്കീലത് വെച്ചിട്ടുണ്ടാവുക. അപ്പം അത് വേറെ എല്ലാവരുടെ അടുത്തും വെളിപ്പെടുത്തുന്നില്ല. അപ്പം ആ കോൺഫിഡൻസും ട്രസ്റ്റും ഉണ്ടാക്കുന്ന രീതിയിലുള്ള റിലേഷൻഷിപ്പ്, അവിടെയും എന്താവാം, ഡോമിനേഷൻ വരാം. ഓക്കെ. സോ ഒരു അപ്പാരൻ്റ് അതോറിറ്റി, അതായത് ഒരു മാസ്റ്റർ സെർവൻറ്റ് എന്നുള്ള രീതിയിലുള്ള അപ്പാരൻ്റ് അതോറിറ്റി, അത് അപ്പാരൻ്റ് വെച്ചാൽ പ്രകടമായി കാണാം അല്ലേ. ഒരു മാസ്റ്റർ അയാളുടെ സെർവൻറ്റ്, തീർച്ചയായിട്ടും മാസ്റ്റർക്ക് ഡോമിനേറ്റ് ചെയ്യും സെർവൻറ്റിനെ. പിന്നെ വിശ്വാസത്തിൻ്റെയും നമ്മളുടേതായിട്ടുള്ള സ്വകാര്യത്തിൻ്റെയും ഫലമായി നമ്മളുണ്ടാകുന്ന റിലേഷൻ, അഡ്വക്കേറ്റും ക്ലയൻറ്റും, അവിടെയും ഡോമിനേഷൻ ഉണ്ടാവാം. ഓക്കെ. സോ അപ്പോൾ ഇങ്ങനെയുള്ള റിലേഷൻസിലൊക്കെ ഡോമിനേഷൻ വരാം. ഓക്കെ. ഓക്കെ. അപ്പം അൺഡു ഇൻഫ്ലുവൻസ് ഇനി വരാനുള്ള ഒരു ഇത് പറയുന്നത്, കണ്ടീഷൻ പറയുന്നത് ഇങ്ങനെയാണ്. ഡോക്ടറും പേഷ്യൻറ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ, അതിൽ ആ പേഷ്യൻ്റ് ഏജ് വൈസ് വളരെ ഇല്ലാണ്, മെൻ്റലി ഭയങ്കര ഡിസ്ട്രെസ്ഡ് ആണ്, ബോഡിലി ഭയങ്കര ഡിസ്ട്രെസ്ഡ് ആണെങ്കിൽ സ്വാഭാവികമായിട്ടും ആ ഡോക്ടർ അതിൽ ഡോമിനേറ്റ് ചെയ്യും അല്ലേ. ഇനി നമുക്ക് എവിടെയൊക്കെയാണ് വെൻ അൺഡു ഇൻഫ്ലുവൻസ് ഇസ് സസ്പെക്റ്റഡ്, നമ്മൾ സംശയിക്കുന്നത് ഇന്ന സ്ഥലത്ത് നമുക്കിങ്ങനെ ഒരു ഇൻഫ്ലുവൻസ് വന്നു എന്നുള്ള സംശയിക്കുന്നത് എങ്ങനെയാണ്. ഇൻ ദ ഫോളോയിങ് കേസസ് അൺഡു ഇൻഫ്ലുവൻസ് ഇസ് സസ്പെക്റ്റഡ്. ഇൻഅഡിക്വസി ഓഫ് കൺസിഡറേഷൻ, അതായത് നമുക്ക് ഇപ്പോൾ ഒരാളുടെ ഒരു കൺസേണിൽ വേണ്ടത്ര ഒരു കൺസിഡറേഷൻ ഇല്ല എന്ന് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം അത് അൺഡു ഇൻഫ്ലുവൻസിലൂടെ വന്നിട്ടുള്ളതാണ്. ഓക്കെ. അപ്പം ഫ്രീ കൺസേൺ തരുന്ന ആളുടെ ആ ഒരു കൺസിഡറേഷനിൽ ഒരു പ്രോപ്പർ കൺസിഡറേഷൻ, ഒരു ഓപ്പൺ ആയിട്ടുള്ള ഒരു കൺസിഡറേഷൻ ഇല്ല എന്ന് ഫീൽ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഹസ്ബൻഡ് ആൻഡ് വൈഫ്, ഹസ്ബൻഡ് ഡോമിനേറ്റ് ചെയ്ത് വൈഫിനെ കൊണ്ട് ഒരു കാര്യം നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുകയാണ്. അപ്പോൾ പിന്നീട് ആ വൈഫിനോട് സംസാരിക്കുന്ന സമയത്ത് അവരുടെ ഒരു കൺസിഡറേഷൻ, അവർ ചെയ്യുന്ന കാര്യത്തിനെക്കുറിച്ച് അവരുടെ ഒരു കൺസിഡറേഷൻ അത്ര കാര്യമായിട്ട് ഇല്ല എന്ന് തോന്നിക്കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് അയാളുടെ ഹസ്ബൻഡ് സ്വാധീനിച്ചിട്ടാണ് അയാൾ അങ്ങനെ ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. ഓക്കെ. പിന്നെ നോക്കൂ, ഇൻഇക്വാലിറ്റി ബിറ്റ്വീൻ ദ പാർട്ടീസ് ആസ് റിഗാർഡ്സ് ഏജ്, സോഷ്യൽ സ്റ്റാറ്റസ് എക്സെട്ര. ചിലപ്പം സോഷ്യൽ സ്റ്റാറ്റസിൻ്റെ ഇത് കൊണ്ടോ ഏജിൻ്റെ വ്യത്യാസം കൊണ്ടോ ചിലപ്പോൾ ഡോമിനേഷൻ ഉണ്ടാവാം ഇല്ലേ. നോക്കൂ, പ്രായമുള്ള ആൾ പ്രായം കുറഞ്ഞ ആൾക്കാരെ ഡോമിനേറ്റ് ചെയ്യുന്നതായിട്ട് കാണാം. അല്ലെങ്കിൽ ചിലപ്പോൾ പ്രായം കുറഞ്ഞവർ പ്രായം കൂടുതലുള്ളവരെയും ഡോമിനേറ്റ് ചെയ്യുന്നുണ്ടോ ഈ കാലഘട്ടത്തൊക്കെ. പിന്നെ സോഷ്യൽ സ്റ്റാറ്റസ്, ഹൈ സോഷ്യൽ സ്റ്റാറ്റസിലുള്ളവർ സ്റ്റാറ്റസ് കുറവുള്ളവരെ ഡോമിനേറ്റ് ചെയ്യുന്നുണ്ടാവും ഇല്ലേ. നേരെ തിരിച്ചും ആവാം. അപ്പം അങ്ങനത്തെ സാഹചര്യങ്ങളിലുള്ള എന്തെങ്കിലും ഇൻസിഡൻസ് വരുമ്പോൾ അവിടെ നമുക്ക് ഈ പറയുന്ന ഡോമിനേഷൻ സസ്പെക്റ്റ് ചെയ്യാം, ഈ അൺഡു ഇൻഫ്ലുവൻസ് സസ്പെക്റ്റ് ചെയ്യാം. ഓക്കെ. ഇപ്പം സോഷ്യൽ സ്റ്റാറ്റസിൽ ഹൈ സ്റ്റാറ്റസ് ഉള്ളവർ ലോ സ്റ്റാറ്റസിന് ഇത് പറയാൻ സ്വാധീനം ചെലുത്തിക്കൊണ്ട് അവരെ കൊണ്ട് ഓരോന്ന് ചെയ്യിപ്പിക്കാറുണ്ട് അല്ലേ. അത് പിന്നെ ഫിഡ്യൂഷ്യറി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ പാർട്ടീസ്, അഡ്വക്കേറ്റ് ക്ലൈൻറ്റ്, ചിലപ്പോൾ ഒരു കേസിനെ ആസ്പദമാക്കിയിട്ട് അഡ്വക്കേറ്റ് പറയുന്ന പോലെ മാത്രമേ ആ ക്ലൈൻറ്റ് പ്രവർത്തിക്കുകയുള്ളൂ. ഓക്കെ. അപ്പോൾ അങ്ങനെയുള്ള ഇതിലും നമുക്ക് സസ്പെക്റ്റ് ചെയ്യാം, റിയലി അയാൾ അങ്ങനെയല്ല, ചെയ്യുന്ന ആളല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമുക്ക് അൺഡു ഇൻഫ്ലുവൻസ് സസ്പെക്റ്റ് ചെയ്യുന്ന ചില സാഹചര്യങ്ങൾ കാണുന്നത്. ഓക്കെ. സോ കോഷൻ ഉണ്ടായാലും അൺഡു ഇൻഫ്ലുവൻസ് ഉണ്ടായാലും അതിലൂടെ നമ്മൾ നേടുന്ന കൺസേൺ ഫ്രീ കൺസേൺ അല്ല. അങ്ങനെ ഫ്രീ കൺസേൺ അല്ലാത്ത പക്ഷം അത് ഒരു വാലിഡ് കൺസേൺ അല്ല. സോ ദാറ്റ് അതുകൊണ്ടുണ്ടാവുന്ന കോൺട്രാക്റ്റും വാലിഡ് അല്ല. ഓക്കെ. സോ അപ്പം ഈ ഫ്രീ കൺസേണിൻ്റെ കോഷനെ കുറിച്ചും അൺഡു ഇൻഫ്ലുവൻസിനെ കുറിച്ചും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തു. അതുപോലെ കോഷൻ്റെ വേറൊരു വകഭേദമായിട്ടുള്ള ഡ്യൂറസിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ. ഇനി നമുക്ക് ബാക്കി അടുത്ത ക്ലാസ്സിൽ കാണാം. സോ ടിൽ ദെൻ ഇറ്റ്സ് ബൈ. ഓൾ ഓഫ് യു പ്ലീസ് ടേക്ക് കെയർ. ഓക്കെ. ബൈ.